ഹലോ ആൾ വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലാസ്റ്റ് 4 മന്ത് എക്സ്ക്ലൂസീവ് സ്റ്റഡി പ്ലാൻ ആണ്. അപ്പൊ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യും പറഞ്ഞതാണ്. ഈ ലാസ്റ്റ് മന്തിൽ ജനുവരി 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാൻ ആണ്. അപ്പോൾ ഇതിന്റെ ആൾറെഡി നമ്മളെ ടെലഗ്രാം ചാനലും വാട്സ്ആപ്പ് ചാനലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ PDF നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഡെയിലി പ്ലാനർ റെഡിയാക്കിയിട്ടുണ്ട്, മന്ത്ലി പ്ലാനർ റെഡിയാക്കിയിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒന്നും പഠിക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനർ റെഡിയാക്കിയിട്ടുണ്ട്. അടിപൊളിയാണ്. ഇപ്പൊ അതുപോലെ ഈച്ച് ആൻഡ് എവരി സബ്ജക്ട് അങ്ങനെ പഠിക്കണം കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തരുന്ന സപ്പോർട്ട് എനിക്ക് ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ എടുക്കാൻ. നമ്മൾ എഡിറ്റിംഗ് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതിന്റെ അടിപൊളി എക്സാംസ് വരുന്നുണ്ട്, ക്ലാസ്സസ് വരുന്നുണ്ട്, അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഭയങ്കര ഹെക്ടിക് ഷെഡ്യൂളാണ്. അതിന്റെ അടിയിലൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക, തരുന്ന സപ്പോർട്ട് ലൈക്കാണ്. നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. ടെലഗ്രാം ചാനലിലും വാട്സ്ആപ്പ് ചാനലിലും വീഡിയോ കണ്ടാൽ ഉടൻ തന്നെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലോ പിൻ ചെയ്തിട്ടുള്ള ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ PDF ഫോർമാറ്റുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും, ഇതിന്റെ പ്ലാനർ. അപ്പൊ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് ഷാഹിദാണ്. ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡന്റ് ആണ്. ഓക്കെ, റെഡി. അപ്പൊ ഡെയിലി പ്ലാനർ ആണ് ഇത്. ഡെയിലി പ്ലാനർ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകും, ലേഖടിപ്പിക്കില്ല. ഡെയിലി പ്ലാനർ എന്ന് പറയുന്നത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 6 to 8 2 മണിക്കൂർ ഫിസിക്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഫിസിക്സ് ഇപ്പൊ ഇത് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ക്ലാസ് കേൾക്കാൻ പറ്റും. നിങ്ങൾക്ക് ക്ലാസ് കേൾക്കണമെങ്കിൽ ക്ലാസ് കേൾക്കാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാം. അത് നിങ്ങളെ ഇഷ്ടം. അപ്പൊ നിങ്ങൾക്ക് മാനേജ് ചെയ്യാം. പിന്നെ 8 to 8:30 ഒരു അരമണിക്കൂർ ബ്രേക്ക് ആണ്. അതായത് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ 8:30 to 9 എന്തോ 1 മണിക്കൂർ കെമിസ്ട്രി പഠിക്കാൻ പറ്റും, ക്ലാസ് കേൾക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തും ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻ ചെയ്യാം, എന്തും ചെയ്യാം. പിന്നെ ഇത് നമ്മൾ ഫസ്റ്റ് ഫിസിക്സ് പിന്നെ കെമിസ്ട്രി പിന്നെ ഇങ്ങനെ മാറ്റി എന്തിനാണ് വെച്ചും കൂടി ഈ ഒരു ഷെഡ്യൂളിന്റെ ലാസ്റ്റ് പറയാം. 9 മുതൽ 11:30 വരെ ഏകദേശം 1 മണിക്കൂർ ഫിസിക്സ് പഠിക്കാൻ പറ്റും, നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാം, അല്ലെങ്കിൽ ക്ലാസ് കേൾക്കാം. പിന്നെ 11:30 മുതൽ 1 മണി വരെ ബയോളജി പഠിക്കാൻ പറ്റും. ഓക്കെ, ബയോളജി NCERT റീഡ് ചെയ്യാം. ഓക്കെ, പിന്നെ അത് 1 to 2 ആണ്. ലഞ്ച് ബ്രേക്ക് ആണ്. ലഞ്ച് ബ്രേക്ക് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാം, കുറച്ച് സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യാം. ഇതൊരു 15 ഹവറിന്റെ ഷെഡ്യൂളാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പലപ്പോഴും 2 to 3 ഏകദേശം 1.5 മണിക്കൂർ കെമിസ്ട്രി പഠിക്കാൻ പറ്റും, ക്ലാസ്സുകൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഫിസിക്സ് വരുന്നുണ്ട്, പിന്നെ ഒരു ബ്രേക്ക് വരുന്നുണ്ട്. അതെന്ന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഡിന്നർ ബ്രേക്ക്. അതുപോലെ തന്നെ ഇത് ടീ ബ്രേക്ക് ആണ്. അതായത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഫിസിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 8:30 മുതൽ 10:30 വരെ ഫിസിക്സ്, അത് ക്വസ്റ്റ്യൻ ചെയ്യുക, അല്ലെങ്കിൽ NCERT ഒന്നും റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ പറയാം, എങ്ങനെ പഠിക്കേണ്ടതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ജസ്റ്റ് ഒരു പ്ലാനർ പറഞ്ഞു തരികയാണ്. പിന്നെ മോക്ക് ടെസ്റ്റ്, അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡെയിലി അറ്റൻഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇപ്പൊ ഏതൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ അവരെന്നെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഇത് ഒന്നും പഠിക്കാത്തവർക്ക് വേണ്ടിയുള്ള സ്റ്റഡി പ്ലാൻ ആണ്, അതായത് പഠിച്ചു തുടങ്ങാത്തവർക്ക് വേണ്ടിയുള്ള പ്ലാനറാണ്. ഓക്കെ, ഇതിന്റെ PDF നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വാട്സപ്പിലും ടെലഗ്രാമിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് കിട്ടണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഈ ഒരു പ്ലാനർ വഴി ഇതാണ് ഇമ്പോർട്ടന്റ്. 15 മണിക്കൂർ പഠിച്ചു, 2 മണിക്കൂർ ബ്രേക്ക്. ഈ 15 മണിക്കൂർ ഒരിക്കലും ആരെക്കൊണ്ടും പഠിക്കാൻ പറ്റില്ല. 15 മണിക്കൂറിന്റെ ഷെഡ്യൂളാണ് ഇത് ശരിക്കും. ഈ 15 മണിക്കൂറിന്റെ ഷെഡ്യൂൾ ഇട്ട് കഴിഞ്ഞാൽ 40 അവർ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 12+ അവർ പഠിച്ചാൽ തന്നെ ഓക്കെ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡെഫിനറ്റ്ലി ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. ലാസ്റ്റ് 120 days സബ്ജക്ട് വൈസ് പ്ലാനർ. സബ്ജക്ട് വൈസ് ഈച്ച് ആൻഡ് എവരി സബ്ജക്ട് എങ്ങനെ ഡീൽ ചെയ്യണം, ലാസ്റ്റ് ഈ ടൈമിൽ എങ്ങനെയൊക്കെയാണ് പഠിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളത്. ഓക്കെ, ഡെഫിനറ്റ്ലി ഫസ്റ്റ് ഫിസിക്സ് ഫസ്റ്റ് ഓഫ് ഓൾ ക്ലാസ് വാച്ച് ചെയ്യുക. 1.5x ക്ലാസ് വാച്ച് ചെയ്യുക. അതെന്തിനാ 1.5x ക്ലാസ് വാച്ച് ചെയ്യുന്നത്? ഏകദേശം അത് കേട്ടാൽ എല്ലാ കാര്യങ്ങളും തീരുള്ളൂ. 1.5x ഇട്ടാൽ തന്നെ ഏകദേശം നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഞാനൊക്കെ 2x ഇട്ടിട്ട് വരെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഫാക്കൽറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില ഫാക്കൽറ്റീസ് പെട്ടെന്ന് ക്ലാസ് എടുക്കുമ്പോൾ 1.5x പറ്റുള്ളൂ. ഓക്കെ, 1.5 ക്ലാസ് കേൾക്കുക. അപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നോട്ട് ചെയ്താൽ പറ്റുന്നവർക്ക് എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിന്റഡ് നോട്ട് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. ടൈം കുറച്ചുള്ളൂ, അതാണ് പറയുന്നത്. ശരിക്കും നോട്ട് എഴുതണം. ഞാനൊക്കെ നോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡു ക്വസ്റ്റ്യൻസ് PY, അതായത് ഫസ്റ്റ് ക്ലാസ് കേട്ടു, നോട്ട് എഴുതി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അതിനുശേഷം ടൈം ഉണ്ടെങ്കിൽ NCERT റീഡ് ചെയ്യുക. പക്ഷേ NCERT റീഡിങ് മസ്റ്റ് അല്ല. അതിന്റെ NCERT ഹൈലൈറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ വാട്സ്ആപ്പ് ചാനലിലും ടെലഗ്രാം ചാനലിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അതിൽ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ യൂസ് മൈൻഡ് മാപ്പ് ആൻഡ് ഷോർട്ട് നോട്ട്, അതായത് പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മൈൻഡ് മാപ്പ് ഷോർട്ട് നോട്ടൊക്കെ യൂസ് ചെയ്താലും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഇതൊക്കെ നമ്മൾ എഴുതിയിട്ട് ടെലഗ്രാമിലും വാട്സാപ്പിലും ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാതെ പറഞ്ഞത്. ഓക്കെ, വാട്സാപ്പിലൊക്കെ ഷാഹിദ് മിക്കി നീറ്റ് എന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത ചാനൽ കിട്ടും. ഓക്കെ, ടെലഗ്രാമിൽ അതുപോലെ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് വഴി കയറിയാൻ പറ്റും. പിന്നെ കെമിസ്ട്രി. ഓക്കെ, പെട്ടെന്ന് പറയും കെമിസ്ട്രി എങ്ങനെ പഠിക്കാൻ പറ്റും? യെസ്, ഡെഫിനറ്റ്ലി കെമിസ്ട്രി അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. എങ്ങനെ പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ കെമിസ്ട്രി നിങ്ങൾ ഫസ്റ്റ് ഓർഗാനിക് കെമിസ്ട്രി റെഡിയാക്കണം. ഓർഗാനിക് കെമിസ്ട്രി എങ്ങനെ റെഡിയാക്കും? ഫസ്റ്റ് ഓർഗാനിക് കെമിസ്ട്രി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നെയിമിംഗ് പഠിക്കണം. നെയിമിംഗ് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നെയിമിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യാൻ? റിയാക്ഷൻ മെക്കാനിസം പഠിക്കണം. റിയാക്ഷൻ മെക്കാനിസം എങ്ങനെ പഠിക്കും?
ക്ലാസ് കേൾക്കുക, അപ്പം തന്നെ നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ഇത് നിങ്ങൾ പ്രിന്റഡ് നോട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, പഠിയില്ല. ഓക്കെ, നോട്ട് ചെയ്താൽ പിന്നെ പിന്നെ അതിനുശേഷം റിയാക്ഷൻ മെക്കാനിസം സെറ്റ് ആയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഹൈഡ്രോ കാർബൺ പഠിക്കുക. ഹൈഡ്രോ കാർബൺ സെറ്റ് ആയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യുക, 12 ചാപ്റ്റേഴ്സ് പഠിക്കുക. ഈ ഹൈഡ്രോ കാർബൺ ഒക്കെ എങ്ങനെ പഠിക്കേണ്ടതെന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് വോയിസ് നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൽ ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ വീഡിയോ ലാഗ് അടുപ്പിക്കുന്നില്ല. ഓക്കെ, ഒരുപാട് കാര്യം പറയേണ്ടതായിട്ടുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ 4 മന്ത് പ്ലാനർ റെഡി ആക്കിയിട്ടുണ്ട്, സബ്ജക്ട് വൈസ് എങ്ങനെ പഠിക്കണം എന്നുള്ളത്. ഓക്കെ, പിന്നെ ഡെയിലി ടു ഡു 20 ക്വസ്റ്റ്യൻസ്, അതായത് ഡെയിലി ടു ഡു അല്ല, ഡെയിലി 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണം. ഡെയിലി 20 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞ്, അതായത് 20 ക്വസ്റ്റ്യൻ നിങ്ങൾ ഓർഗാനിക്കിൽ ചെയ്യും. ഓർഗാനിക് പഠിക്കുകയാണെങ്കിൽ ഓർഗാനിക് 20 ക്വസ്റ്റ്യൻ ചെയ്യണം. സോ വീക്ക്ലി 140 ക്വസ്റ്റ്യൻസ് ആവും. അതായത് ഓർഗാനിക് നിങ്ങൾ പഠിക്കുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, പിന്നെ NCERT ഒരു തവണയെങ്കിൽ ഓർഗാനിക് റീഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ബാക്കിയുള്ള ടൈമിൽ NCERT ഹൈലൈറ്റ് യൂസ് ചെയ്താൽ മതി. നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹൈലൈറ്റർ യൂസ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ നോ നീഡ് ടു ഡു PYQ, അതായത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ഒരിക്കലും PYQ ചെയ്യരുത്. ഓർഗാനിക്കിന് ഒരുപാട് എക്സ്ട്രാസ് ഉണ്ട്, അതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽ മാത്രം ചെയ്യാം. ഓക്കെ, പിന്നെ ഫിസിക്കൽ കെമിസ്ട്രി ഫിസിക്സിനെ പോലെ തന്നെ പഠിക്കുക. ഫിസിക്കൽ കെമിസ്ട്രി നിങ്ങൾ എന്ത് ചെയ്യുക, ഫിസിക്സിനെ പോലെ തന്നെയാണ് പഠിക്കേണ്ടത്. ഫിസിക്കൽ കെമിസ്ട്രി നിങ്ങൾ ഫിസിക്സിനെ പോലെ തന്നെയാണ് പഠിക്കേണ്ടത്. ഓക്കെ, പിന്നെ അത് ഇനോർഗാനിക് ആണ്. ഇനോർഗാനിക് എന്ത് ചെയ്യുക, ബയോളജി പഠിക്കുന്ന പോലെ പഠിക്കുക. ഇനോർഗാനിക് ആണ് പഠിക്കേണ്ടത്. യെസ്, ഡെഫിനറ്റ്ലി ബയോളജി പഠിക്കും. അതായത് NCERT റീഡ് ക്ലാസ്സുകൾക്ക് NCERT റീഡ് ഒരുപാട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. ഈ രീതിയിലായിരിക്കും ഇനോർഗാനിക് പഠിക്കുന്നത്. അത് NCERTക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക. പിന്നെ ഇനോർഗാനിക്കിനെ കുറിച്ചിട്ട് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ചെയ്ത ഓരോ കാര്യങ്ങളാണ്. ഡെയിലി ക്ലാസ് കേൾക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെയിലി ക്ലാസ് കേൾക്കണം. ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് കേൾക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഡെയിലി ക്ലാസ് കേൾക്കണം. യെസ്, പിന്നെന്താ, ഡു ക്വസ്റ്റ്യൻസ് ഡെയിലി. ഡെയിലി നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ക്ലാസ് കേട്ടാൽ ഉടൻ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുക. അതായത് ക്ലാസ് കേൾക്കുന്ന അന്നൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, റീഡ് ഡെയിലി ടോപ്പിക്. ഡെയിലി ടോപ്പിക്സ് അന്നെ റീഡ്, അല്ലെങ്കിൽ മറന്നു പോകും. പിന്നെ നിങ്ങൾക്ക് ഓരോ ട്രിപ്പ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ആ പേജിന്റെ സൈഡിൽ തന്നെ എഴുതി വെക്കുക. അപ്പം എന്ത് ചെയ്യുക, പിന്നെ അങ്ങനെ പേജ് മറച്ചു പോകുമ്പോൾ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കും. അത് 2 വട്ടം മറിച്ച് കഴിഞ്ഞ് 3 തവണ കാണും. അപ്പം എന്താ, ഇപ്പം എക്സാമിന് പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടും. ആ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പം പിന്നെ റിവിഷൻ മസ്റ്റ് ആണ്. ബാക്കിയുള്ളതൊന്നും റിവൈസ് ചെയ്തിരുന്നു വലിയ സീനില്ല, ലാസ്റ്റിലേക്ക് കിട്ടും. പക്ഷേ ഇനോർഗാനിക് റിവൈസ് ചെയ്തെങ്കിൽ നല്ല 8ന്റെ പണി കിട്ടും. കാരണം ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്. പക്ഷേ ബാക്കിയുള്ളത് റിവൈസ് ചെയ്യാണ്ട് നല്ല, ബാക്കിയുള്ളത് ഓർഗാനിക് ഒക്കെ റിവൈസ് ചെയ്യാൻ നല്ല ഓർമ്മയിൽ നിൽക്കുള്ളൂ. പിന്നെ ഫിസിക്കൽ കെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ ക്വസ്റ്റൻസ് 5 മിനിറ്റ് കൊണ്ട് തീരുമല്ലോ. പിന്നെ മോക്ക് ടെസ്റ്റുകൾ എഴുതാൻ നോക്കുക. ട്രൈ ടു റൈറ്റ് മോക്ക് ടെസ്റ്റ് ഇൻ ആൾ വീക്ക്. എല്ലാ വീക്കിലും മോക്ക് ടെസ്റ്റ് നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക. വീട്ടിലൊക്കെ ഓഫ്ലൈൻ OMR ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇത് കണ്ടിന്യൂ ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾക്ക് മെമോനീറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ ഈ മെമോനീറ്റിന്റെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി NCERT ബേസ്ഡ് ആപ്പാണ് മെമോനീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരുപാട് നമുക്ക് കമന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ബയോളജി എങ്ങനെ പഠിക്കണം, ബയോളജി എങ്ങനെ നല്ല സ്കോർ ചെയ്യാൻ ഉള്ളവർ, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള പക്ക പെർഫെക്റ്റ് സൊല്യൂഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയും സെറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, റെഡി. പിന്നെ നിങ്ങൾക്ക് 100/100, അതായത് 100/100 ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ലാസ്റ്റ് നീറ്റില് നിങ്ങൾക്ക് എന്താ പറയാ, 100 ബയോളജി ക്വസ്റ്റ്യനും ലൈൻ ബൈ ലൈൻ സെക്ഷൻ, മെമ്മോറിറ്റിന്റെ ഒരു ഫീച്ചറാണ് ലൈൻ ബൈ ലൈൻ സെക്ഷൻ എന്ന് പറയുന്നത്. അതിൽ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, പിന്നെ ഗ്വാരണ്ടീഡ് 650+ മാർക്ക് ഇഫ് യു പ്രാക്ടീസ് ലൈൻ ബൈ സെക്ഷൻ. അതായത് ഈ ലൈൻ ബൈ ലൈൻ സെക്ഷൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 650+ മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഒക്കെ അത്ര അടിപൊളിയാണ്. ഒരുപാട് ആൾറെഡി ഒരുപാട് വീഡിയോസ് ഇത് പറഞ്ഞതാണ്. ഓക്കെ, ഡെഫിനറ്റ്ലി. പിന്നെ ഇവരുടെ ഈ ഒരു ആപ്പിന്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ PYQ മാർക്കഡ് NCERT ആണ്. അതായത് PYQ മാർക്കഡ് NCERT എന്ന് പറഞ്ഞാൽ NCERTയിൽ ഓരോ നിങ്ങളിപ്പോൾ NCERT റീഡ് ചെയ്യുമ്പോൾ അതിൽ ഓരോ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവും. റെഡ് ലൈനൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് NCERT വായിക്കുന്നത് ഒപ്പം തന്നെ PYQസും പ്രാക്ടീസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗത്താണ് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മെമോനീറ്റ് നോട്ടുകളുണ്ട്. മെമോനീറ്റ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ ഈ നോട്ടിൽ ഡയഗ്രാംസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാകും, ഫ്ലോ ചാർട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ടാകും, അതുപോലെ തന്നെ ടേബിൾസ് ആയിട്ടും കൊടുത്തിട്ടുണ്ടാകും ഓരോ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്തിനാ പറ്റുക, ഇത് പെട്ടെന്ന് ഫാസ്റ്റർ ലേണിംഗ് മെത്തേഡാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ന്യൂമോണിക്സ്, ഓരോ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെതായിട്ടുള്ള ന്യൂമോണിക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. സോ അതിനൊക്കെ വേണ്ടി ന്യൂമോണിക്സും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതായത് ഈ PYQ മാർക്കിങ്ങിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ പറയാനുള്ളത് PYQ മാർക്ക് NCERT പറഞ്ഞു. പിന്നെ ഉള്ളത് ലൈൻ ബൈ ലൈൻ സെഷൻ ആണ്. ലൈൻ ബൈ ലൈൻ സെഷൻ എന്ന് പറഞ്ഞാൽ എക്സാം ആണ്. അത് നിങ്ങൾക്ക് ഈസി, മീഡിയം, ഹാർഡ് ഇപ്പം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആ രീതിയിൽ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് നല്ല സ്കോർ നീറ്റിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, പിന്നെ ഉള്ളത് അസേഷൻ ആൻഡ് റീസണിങ് സെക്ഷൻ. അസേഷൻ ആൻഡ് റീസണിങ് സെക്ഷനിൽ കഴിഞ്ഞ ഒരുപാട് ഇപ്പം നീറ്റിന്റെ NTAന്റെ ഇപ്പം നീറ്റ് എക്സാമിന്റെ ട്രെൻഡ് എന്ന് പറയുന്ന ഒരുപാട് അസേഷൻ ആൻഡ് റീസൺ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീറ്റിൽ
നല്ല സ്കോർ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ NTA PYQ ബുക്ക്, ഇപ്പോൾ ഇവർ PYQ ബുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു PYQ ബുക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ, NTA കോമൺലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഒരുപാട് അസേഷൻ ആൻഡ് റീസൺ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ളത് മാത്രമേ ഇവർ കൊടുത്തിട്ടുള്ളൂ, നിങ്ങളുടെ സിലബസ് അനുസരിച്ചുള്ള കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ ഒരു ₹300 300 ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബയോളജി പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റുള്ള സബ്ജക്റ്റുകളും ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അവൈലബിൾ ആണ് സെയിം റേറ്റിനൊക്കെ. അതുപോലെ തന്നെ വേറെ കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഇത് 3 കോംബോ ആയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു ₹1000 താഴെ നിങ്ങൾ എന്ത് ചെയ്യാൻ മതി, കൊടുത്താൽ മതി. ഓക്കെ, ബിലോ ₹1000 നിങ്ങൾ എന്ത് ചെയ്യാൻ മതി, താഴെ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, 3 ബുക്സ് അണ്ടർ ബിലോ ₹1000 ആണ്. ഓക്കെ, ഡെഫിനറ്റ്ലി. പിന്നുള്ളത് ഓക്കെ, പിന്നെ പറയാനുള്ളത് സേവ്സ് ടൈം ഫ്രം ഇറവലന്റ് PYQ. അതായത് ഇറവലന്റ് PYQസിൽ നിന്ന് നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും ഈ ഒരു PYQ വഴി. അത് നിങ്ങളോട് പറഞ്ഞതാണ്, ആവശ്യമുള്ളത് മാത്രമേ ഇവർ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ആഫ്റ്റർ ഫിനിഷിംഗ് ചാപ്റ്റർ, നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക, ഇത് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇതിന്റെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും, ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ പറയാനുള്ളത് വീഡിയോ സൊല്യൂഷൻസ് അവൈലബിൾ ആണ്. ഈ വീഡിയോ സൊല്യൂഷൻസ് നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പ് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എറർ ഫ്രീ എക്സ്പ്ലനേഷൻ കിട്ടും. അത് വീഡിയോ സൊല്യൂഷൻ കിട്ടുന്നതാണ്. ഒരു എറർ ഫ്രീ എക്സ്പ്ലനേഷൻ ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവരുടെ പ്ലാൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാഹിദ് 20 എന്നുള്ള ഈ ഒരു കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡിസ്കൗണ്ടുകൾ കിട്ടും. അതുപോലെ തന്നെ ഇത് പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ഇവർ ഫ്രീ ആയിട്ട് ബയോളജി സ്റ്റഡി ടോപ്പിക് ഫ്രീ, അതിൻ്റെ ഒരു PDF ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പേഴ്സണലി അവർ അയച്ചു തരും. ഓക്കെ, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. സോ അതിൻ്റെ 1-2 എന്ത് കൊടുത്തിട്ടുണ്ട്, ഞാൻ അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ എന്താ പറയുക, ബയോളജിൻ്റെ ഈ ഒരു ഇതെന്ന് പറയുന്നത്. ഓക്കെ, ടോപ്പിക് സ്റ്റഡി ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു രീതിയിൽ അവർ ഒരു PDF നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സെൻഡ് ചെയ്തത് പർച്ചേസ് ചെയ്യുന്നവർക്ക് മാത്രം. അപ്പോൾ ഷാഹിദ് 20 എന്നുള്ള കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓഫ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഡെഫിനറ്റ്ലി ലാസ്റ്റ് 4 മന്ത് സ്റ്റഡി പ്ലാൻ ആണ്. ലാസ്റ്റ് 4 മന്ത് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ഇതിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് 4 മന്ത് സ്റ്റഡി പ്ലാൻ, ജനുവരിയിൽ സെപ്പറേറ്റ് പ്ലാനർ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്, ഫെബ്രുവരിയിൽ പ്ലാനർ റെഡി ആക്കിയിട്ടുണ്ട്, മാർച്ചിലും പ്ലാനർ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ 3 മാസം അടിപൊളിയായിട്ട് ചാപ്റ്റേഴ്സ് പഠിക്കുക, ഒന്നും പഠിക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ 1 മാസം എക്സാം ചെയ്താൽ, അപ്പോൾ ഇതിനുള്ള 1 മാസം എക്സാം ചെയ്താൽ മതിയെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടില്ല. 1 മാസം എക്സാം ചെയ്താൽ പോരാ, പക്ഷെ അതിനുള്ള ടൈം ഇപ്പം നമുക്കുള്ളൂ. ഒന്നും പഠിക്കാത്തവർക്ക് മിനിമം 3 മാസമായാലും വേണം ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ വീക്ക് 1 എന്തൊക്കെ പഠിക്കണം, വീക്ക് 2 എന്തൊക്കെ പഠിക്കും, വീക്ക് 3 വീക്ക് 4 ഒരു ഇതിങ്ങനെ പഠിക്കണം. പിന്നെ ഇതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇതിൽ എന്താ പറയുക, ഈ സിലബസ് ഔട്ട് ഓഫ് സിലബസ് ചിലപ്പോൾ ഉണ്ടാകും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അവോയ്ഡ് ചെയ്യുക. ഇതിന്റെ PDF നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മളെ ടെലഗ്രാം ചാനലും വാട്സപ്പ് ചാനലും പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നേരെ ജോയിൻ ചെയ്തോളൂ, നിങ്ങൾക്ക് ഇതിന്റെ PDF നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് നോക്കി പഠിച്ചാൽ മതി. ഓക്കെ, എപ്പോഴും വീഡിയോ എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ഒന്നും നടക്കാത്തവർക്ക് വേണ്ടിയിട്ട്, ഒന്നും പഠിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു പ്ലാനറാണ്. ഈ ഒരു പ്ലാൻ വഴി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പം ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. പിന്നെ എത്ര കാര്യങ്ങൾ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. പ്ലാനർ നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്. ലാസ്റ്റ് 4 മന്ത് പ്ലാൻ നമ്മൾ എല്ലാ മാസവും ഓരോ പ്ലാനർ ഇടാറുണ്ട്. ഒരുപാട് റെസ്പോൺസ് കിട്ടാറുണ്ട്. നമ്മുടെ പ്ലാനുകളൊക്കെ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും പ്ലാനൊക്കെ റെഡിയാക്കിയത്. പിന്നെ ബയോളജിക്ക് നിങ്ങൾ എങ്ങനെ ഈ ലാസ്റ്റ് ടൈമിൽ പഠിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബയോളജിക്ക് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കണം. ബയോളജിക്ക് NCERT റീഡ് ചെയ്യുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ബയോളജി എങ്ങനെ പഠിക്കണം ഞാൻ പറഞ്ഞിട്ടില്ല. NCERT റീഡ് ചെയ്യുക. ഇപ്പോൾ ഈ വീക്കിൽ നിങ്ങൾ 2 ചാപ്റ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ 2 ചാപ്റ്റർ റീഡ് ചെയ്യുക. ഈ വീക്കിൽ ത്രൂ ഔട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് 150 ക്വസ്റ്റ്യൻസ് റേഞ്ചിലോട്ട് എത്തിക്കുക. പിന്നെ എക്സാം, ഈ ഞായറാഴ്ച എക്സാം ആണെങ്കിൽ രാവിലെ ടൈമിൽ NCERT ഒരു തവണ കൂടി റീഡ് ചെയ്യുക. അടിപൊളിയായിരിക്കും. ബയോളജി മിനിമം ഒരു 330+ കിട്ടും. പിന്നെ വിത്തിൻ 45 മിനിറ്റ് കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ബയോളജി ഈ ഒരു പ്ലാൻ വഴി, ഞാൻ പറഞ്ഞ മെത്തേഡ് വഴി. അപ്പോൾ ഇതിന്റെ ഉപയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബയോളജി സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫിസിക്സിനും കെമിസ്ട്രിക്കും ഒരുപാട് ടൈം നിങ്ങൾക്ക് അധികം കിട്ടും. അപ്പോൾ അതിലും സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടിപൊളി മെത്തേഡാണ്. അടിപൊളിയായിട്ട് പഠിക്കുക, സെറ്റാക്കി പഠിക്കുക, നീറ്റ് ക്രാക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൾ ദി ബെസ്റ്റ് ഗൈസ്.